نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഈദ്ഗാഹിൽ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സൃഷ്ടാവും പരിപാലകനും റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കൃത്യമായി സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മാസക്കാലം സിയാമിൻ്റെയും ഖിയാമിൻ്റെയും ശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധത്തിൻ്റെയും സദഖയുടെയും ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും അതേപോലെ തന്നെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും കേൾവി കൊണ്ടും വികാരങ്ങൾ കൊണ്ടുമെല്ലാം നന്മയെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത വളരെ പവിത്രമായ കർമ്മങ്ങൾ കൊണ്ട് ധന്യമായ ഒരു മാസം നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ വിശുദ്ധ റമളാന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നത്. ഇസ്ലാമിൽ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നൽകിയ രണ്ട് ആഘോഷങ്ങളാണുള്ളത്. അത് ഒന്ന് ഈദുൽ ഫിത്റും രണ്ടാമത്തേത് ഈദുൽ അദ്ഹയുമാണ്. സന്തോഷിക്കുവാനും റബ്ബിന് നന്ദി കാണിക്കുവാനും അവനെ പ്രകീർത്തിക്കുവാനും എല്ലാ നന്മകളുടെയും തുടർച്ചയുണ്ടാകുമെന്ന് പ്രതിജ്ഞയെടുക്കുവാനുമാണ് ഈദുൽ ഫിത്ർ ദിനത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ശവ്വാലിന്റെ അമ്പിളി സ്ഥിരീകരിച്ചതോടുകൂടി തക്ബീർ ധ്വനികളാണ് എല്ലാ പള്ളികളുടെ മുനാരങ്ങളിൽ നിന്നും ഗൃഹാങ്കണങ്ങളിൽ നിന്നും തെരുവുകളിൽ നിന്നും നാം കേൾക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എല്ലാ സ്തുതിയും അവന് മാത്രമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇതൊരു ചെറിയ പ്രഖ്യാപനമല്ല. വിശുദ്ധ റമളാനിന് ശേഷം ആ പ്രഖ്യാപനം ജീവിതത്തിൽ തുടരുന്നവരായി, ജീവിതം കൊണ്ട് അതിനെ സാക്ഷീകരിക്കുന്നവരായി നമ്മൾ മാറാൻ തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളോ ഇച്ഛകളോ അഭീഷ്ടങ്ങളോ അഭിലാഷങ്ങളോ അല്ല വലുത്, അല്ലാഹുവും അവന്റെ പ്രവാചകനുമാണ് വലുത് എന്ന് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമസ്കാരത്തിന് വേണ്ടി നമ്മൾ വിളിക്കുന്നത് അല്ലാഹു അക്ബറിലൂടെയാണ്. നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതും നമസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളിലേക്കും തുടരുന്നതും
അല്ലാഹു അക്ബർ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അത് അല്ലാഹു വലിയവനാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് അല്ലാഹുവിന് എന്തെങ്കിലും നേട്ടമുണ്ടാകാൻ വേണ്ടിയല്ല. നേരെ മറിച്ച് നമ്മൾ ചെറിയവരാണ്, അവൻ ഉടമയും നമ്മളെല്ലാവരും അടിമകളുമാണ്. അവന് നമ്മെ ആരെയും ആശ്രയിക്കേണ്ടതില്ല, നമുക്കെല്ലാവർക്കും അല്ലാഹുവിനെ ആശ്രയിക്കേണ്ടതുണ്ട് എന്ന പരമമായ സത്യം നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും, എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്നും, എല്ലാ വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിന്ന് ശീലങ്ങളോട് വിട പറഞ്ഞ ഒരു കാലമായിരുന്നു വിശുദ്ധ റമദാൻ. സാധ്യമാണ്. പല ആളുകളും പറയാറുണ്ട്, ശീലിച്ചു പോയി, മാറ്റാൻ കഴിയുകയില്ല. മാറ്റാൻ കഴിയുമെന്ന് നമ്മളെ കൊണ്ട് തന്നെ അള്ളാഹു കഴിഞ്ഞ ഒരു മാസക്കാലം കൊണ്ട് തെളിയിച്ചു. ഇനി മാറ്റാൻ കഴിയുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്തു, വിശുദ്ധ ഖുർആനുമായി അടുത്തു. അത് നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. പരമാവധി ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുത്തു. ജീവിതത്തിൽ തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. പള്ളിയുമായി നമ്മൾ കൂടുതൽ ബന്ധപ്പെടുകയുണ്ടായി. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ദാനം ചെയ്തു. സഹായം ആവശ്യമുള്ള ആളുകളുടെ നേരെ നമ്മളെ ഹസ്തങ്ങൾ നീണ്ടു. നമ്മൾ സഹജീവി സ്നേഹത്തിന്റെ കാവലാളുകളായി. ഫിത്ർ സകാത്ത് പോലും നിർബന്ധമാക്കി. അതിനാണ് പാവപ്പെട്ടവന് ഭക്ഷണമായി, പാവപ്പെട്ടവന് ഭക്ഷണമായും നോമ്പുകാരന് അവന്റെ നോമ്പിൽ വന്ന അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അള്ളാഹു ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി. അത് നമ്മൾ കൊടുത്തു വീട്ടി. അങ്ങനെ എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ ഈ വിശുദ്ധമായ മതനിയമങ്ങൾ അംഗീകരിക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമാണ്. എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇച്ഛകളും ശീലങ്ങളും അവന്റെ കൽപ്പനക്ക് മുമ്പിൽ മാറ്റിവെക്കുവാൻ ഞാൻ തയ്യാറാണ്. സഹോദരങ്ങളെ, ആ പ്രഖ്യാപനം തന്നെയാണ് അല്ലാഹു അക്ബറിലൂടെ നമ്മൾ വീണ്ടും സാക്ഷീകരിക്കുന്നത്. ദൈവത്തിന്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി പല മാർഗങ്ങൾ സ്വീകരിക്കുന്ന ദൈവവിശ്വാസികളായ ആളുകൾ ലോകത്തുണ്ട്. പക്ഷെ ഇസ്ലാം വൃത്തിയുള്ള മതമാണ്. ഇസ്ലാം കൃത്യതയുള്ള മതമാണ്. ഇസ്ലാം അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് കാട്ടിക്കൂട്ടലുകളോ മാമൂലുകളോ അനാചാരങ്ങളോ ഇസ്ലാമിലില്ല. ഇസ്ലാം ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഭാരമുള്ള ഒന്നല്ല. നോക്കൂ, നിങ്ങൾ ശ്മശാനങ്ങളിൽ പോയി അസ്ഥികൾ മാന്തിയെടുത്ത്, തലയോട്ടികൾ മാന്തിയെടുത്ത് അത് ഹാരമായി കഴുത്തിൽ തൂക്കി അങ്ങനെ ദൈവത്തിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ കുടുംബജീവിതം ഉപേക്ഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്ന് മാറി നിന്ന് സന്താനങ്ങൾ വേണ്ട, ഇണകൾ വേണ്ട, കുടുംബം വേണ്ട, ഞാൻ സന്യാസിയാവുകയാണ്, ഞാൻ ബ്രഹ്മചാരിയാവുകയാണ്, ഞാൻ പരിത്യാഗിയാവുകയാണ്, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇസ്ലാം അതിനെല്ലാം വിലക്കി. ഇസ്ലാമിൽ ബ്രഹ്മചാര്യമില്ല, ഇസ്ലാമിൽ സന്യാസമില്ല, ഇസ്ലാമിൽ അപ്രകാരം പരിത്യാഗികളില്ല. കുടുംബജീവിതം നയിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒരംഗമായി സമൂഹത്തിന്റെ കൂടെ ജീവിച്ച് എല്ലാത്തിലും പങ്കാളികളായി അങ്ങനെ പ്രകൃതിയുടെ മതമായ ഇസ്ലാം മനുഷ്യ പ്രകൃതിക്കിണങ്ങുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നമുക്ക് പ്രായോഗികമായി കാണിച്ചു തന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ഒറ്റ വാക്കിൽ, ഒറ്റ ആയത്തിൽ വിശുദ്ധ ഖുർആൻ അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ യാതൊരു ഭാരവും അല്ലാഹു നമുക്ക് ഏർപ്പാടാക്കിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഈ റമദാനിൽ നമ്മൾ എന്തെല്ലാം വിട്ടുവീഴ്ചകൾക്കും ത്യാഗങ്ങൾക്കും തയ്യാറായി. ഒന്നും ഒരു ഭാരമായി നമുക്ക് തോന്നിയിട്ടില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം അതിൽ അല്ലാഹു നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഭൗതികമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നതല്ല മതം. അല്ലാഹു അനുവദനീയമാക്കിയ കാര്യങ്ങൾ അവൻ പറഞ്ഞ പ്രകാരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല വിദ്യാഭ്യാസം, നല്ല താമസ സൗകര്യം,
നല്ല മനുഷ്യരായി അങ്ങനെ ജീവിച്ചു മരിച്ചു പോകുവാൻ, സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി നന്മയുടെ വാഹകരായി അങ്ങനെ ജീവിച്ചു മരിച്ചു പോകുവാൻ വൃത്തിയുള്ള പ്രായോഗികമായ മതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദീനെ നിശ്ചയിച്ചു തന്നു. അതുകൊണ്ട് റമദാൻ അവസാനിക്കുന്നതോടുകൂടി എല്ലാം ഒഴിവാക്കി പിരിഞ്ഞു പോകുന്നവരായി നമ്മൾ മാറരുത്. അള്ളാഹുവിലേക്ക് നമ്മൾ പരമാവധി അടുത്തു. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ കുന്തു സമഉ അല്ലദീ യസ്മഉ ബിഹി വബസറുഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് അത് അള്ളാഹുവിന്റെ കാവലുള്ള കണ്ണായി മാറും. അവൻ കേൾക്കുന്ന കാത് അത് അള്ളാഹുവിന്റെ കാവലുള്ള കാതായി മാറും. എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണ് ഞാനാകും, അവന്റെ കാത് ഞാനാകും. ഞാൻ ആഗ്രഹിക്കാത്തതൊന്നും അവൻ കാണുകയില്ല, ഞാൻ ആഗ്രഹിക്കാത്തതൊന്നും എന്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായതൊന്നും അവൻ കേൾക്കുകയില്ല. അവൻ പിടിക്കുന്ന കൈ അള്ളാഹുവിന്റെ ഇച്ഛകൾക്ക് വിരുദ്ധമായ ഒരു ഭാഗത്തേക്ക് അവന്റെ കൈ നീങ്ങുകയില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് ആ കാലുകൊണ്ട് അവൻ നടന്നു പോവുകയില്ല. അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുദ്സിയായ ഹദീസാണ്, എന്നോട് അവൻ ചോദിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകും. അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, അങ്ങനെ ആ അള്ളാഹുവിന്റെ വഅദക്ക് അർഹരാകുന്ന ആളുകളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്ത് വേണം? പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗങ്ങൾ. അങ്ങനെയാണ് നമ്മൾ നാട്ടിൽ കാണുന്ന കാര്യങ്ങളല്ല ദീന്. നമ്മൾ ദീനാണ് എന്ന് വിചാരിക്കുന്ന എല്ലാം ദീനായിക്കൊള്ളണമെന്നില്ല. മാ അന അലൈഹി വ അസ്ഹാബിഹി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാനും എന്റെ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും കാണിച്ചു തന്നത് എന്താണോ അതാണ് നിങ്ങളുടെ ദീൻ. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വ സുന്നത്തി റസൂലി. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും അല്ലാഹുവിന്റെ വേദഗ്രന്ഥവും അതാണ് നിങ്ങളുടെ മാർഗരേഖകളായി സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളായി പടച്ചുണ്ടാക്കുന്ന ആചാരങ്ങളും അനാചാരങ്ങളും ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടി അള്ളാഹുവിന് മതം അങ്ങോട്ട് പഠിപ്പിക്കുന്നവരായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ ബിദ്അത്തുകളുടെ ആളുകളായി നമ്മൾ മാറരുത്. നേരെ മറിച്ച് സുന്നത്ത് ജീവിതത്തിൽ പുലർത്തുന്നവരായി മാറണം. ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഒരാൾ ഒരു പുതുതായ കാര്യമുണ്ടാക്കിയാൽ അവൻ വാദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരാത്ത ഒരു കാര്യം, ഒരു പുണ്യകർമ്മം പുണ്യമാണ് എന്ന പേരിൽ, ദീനാണ് എന്ന പേരിൽ നമ്മൾ ഒരിക്കലും കൊണ്ടു നടക്കുവാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തിന്റെ വാഹകരാവുക, ബിദ്അത്തിന്റെ വർജകരായി മാറുക. 1000 തവണയെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. എല്ലാ നൂതനാചാരങ്ങളും വലാലത്തിലേക്കുള്ള, നരകത്തിലേക്കുള്ള വഴിയാകുന്നു എന്ന്. ഇത് പറയാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാഷണം പോലും നടത്തിയിട്ടില്ല. എല്ലാ ഖതീബുമാരും അവരുടെ ഖുതുബകളുടെ ആമുഖമായി അത് പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം കാലത്തിനു ചേർന്നതല്ല, ഇസ്ലാം പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. പല കാര്യങ്ങളും ഇസ്ലാമിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്, പല കാര്യങ്ങളും പുതുതായി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർ ഈ ദീനിന്റെ പുറത്താണ്. വിശുദ്ധ ഖുർആൻ സൂറ ഹുജറാത്തിലെ 16-ാമത്തെ ആയത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഖുൽ, പ്രവാചകരെ പറയുക, അതുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും, അല്ലാഹുവിന്റെ ദീൻ നിങ്ങൾ അല്ലാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കണോ?
നിങ്ങൾ അള്ളാഹുവിനെ അവന്റെ ദീൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? വലില്ലാഹി യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ആകാശഭൂമികളിലെ എല്ലാം അറിയുന്ന ആ റബ്ബ് അവനാകുന്നു അള്ളാഹു. അവൻ സർവജ്ഞനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രതിജ്ഞയുമായിട്ടായിരിക്കണം സഹോദരങ്ങളെ നമ്മൾ ഈ ഈദ്ഗാഹിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത്. അതിന്റെ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ചിന്തക്ക് വിഷയീഭവിക്കേണ്ട വിഷയമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണവും, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികത്വം, അതിലെ ഓരോ നിമിഷാർദ്ധങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. നോക്കൂ, നിങ്ങൾ ഒരൊറ്റ ഉദാഹരണം മാത്രം ആലോചിച്ചു നോക്കൂ. ഏതാണ്ട് മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിലാണ് നമ്മളിപ്പോൾ ശാന്തമായി ഇരിക്കുന്നത്. നമ്മൾ അറിയുന്ന പോലുമില്ല. സൂര്യന് ചുറ്റും ഭൂമി ഏതാണ്ട് ഒരു മണിക്കൂറിൽ 1,07,000 കിലോമീറ്റർ വേഗതയിൽ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വർഷത്തിൽ ആ പരിക്രമണം പൂർത്തിയാകും. നമ്മൾ ആ കറക്കം അറിയുന്നില്ല. ഇതാരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടെ ദൈവനിഷേധികളായ ആളുകളുണ്ട്. ഇതെല്ലാം പ്രകൃതിയുടെ വികൃതിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതെല്ലാം സ്വയംഭൂവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ചെമ്മാടങ്ങാടിയിൽ 1 മണിക്കൂർ നേരം ട്രാഫിക് സിഗ്നൽ ബന്ധായാൽ എന്തായിരിക്കും അവസ്ഥ? ഇനി ട്രാഫിക് സിഗ്നൽ കൃത്യമായി പ്രവർത്തിച്ചാൽ തന്നെ പലപ്പോഴും ട്രാഫിക് ജാമാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, 23 മണിക്കൂർ കൊണ്ട്, 56 മിനിറ്റ് കൊണ്ട്, 4 സെക്കൻഡ് കൊണ്ട് ഭൂമി ഒരു ദിവസം കൃത്യമായി കറക്കം പൂർത്തിയാക്കുകയാണ്. 365 ദിവസം കൊണ്ട്, 6 മണിക്കൂറുകൾ കൊണ്ട്, 9 മിനിറ്റുകൾ കൊണ്ട്, നിശ്ചയിക്കപ്പെട്ട സെക്കൻഡുകൾ കൊണ്ട് ഒരു വർഷം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി വാർഷിക ചലനം പൂർത്തിയാക്കുകയാണ്. അതാണ് വിശ്വാസികളെ കുറിച്ച് സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞത്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും പാർശ്വങ്ങളിൽ കിടന്നുകൊണ്ടും അവർ അല്ലാഹുവിനെ ഓർക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ. പടച്ചവനെ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കുവാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുകയാണ് സൂറ ആല ഇംറാനിലെ 83-ാമത്തെ ആയത്തിൽ, അഫഅറദീനില്ലാഹി യബ്ഗൂൻ. അല്ലാഹുവിന്റെ ഈ നിയമങ്ങളല്ലാത്ത, ഈ മതമല്ലാത്ത മറ്റു വല്ല നിയമങ്ങളും മതവുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമിയിലുള്ളവരെല്ലാം അനുസരണയോടുകൂടി, തൗഅൻ വകർഹൻ, ഒന്നുകിൽ നിർബന്ധമായോ അല്ലെങ്കിൽ അനുസരണയോടുകൂടി ആ അല്ലാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. വഇലൈഹി യുർജഊൻ. ആ അല്ലാഹുവിലേക്കാണ് സഹോദരന്മാരെ, സഹോദരിമാരെ നമുക്ക് മടങ്ങുവാനുള്ളത്. അതുകൊണ്ട് നിയമങ്ങൾ വേണ്ട എന്ന് പറയുന്ന ആളുകൾ, മതം വേണ്ട എന്ന് പറയുന്ന ആളുകൾ, ഒന്നിനും ഒരു ഫ്രെയിം വേണ്ട, എല്ലാം പരമ സ്വതന്ത്രമായിരിക്കണം. ഇന്ന് ലിബറൽ ചിന്താഗതികളുടെ കാലഘട്ടമാണ്. ലിബറലിസം നമ്മുടെ സമൂഹത്തെ വളരെ ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്നു. വിവാഹത്തിന് നിയമങ്ങൾ വേണ്ട, കുടുംബജീവിതത്തിന് നിയമങ്ങൾ വേണ്ട, സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് നിയമങ്ങൾ വേണ്ട. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗിക്കുവാനുള്ള അവസരമുണ്ടായിരിക്കണമെന്ന് പറയുന്ന ലിബറലിസം ഈ സമൂഹത്തിന്റെ നാശമാണ്. 1970-കളിൽ അമേരിക്കയിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മുഴക്കിയ ഒരു മുദ്രാവാക്യം, ദിസ് പ്ലാനറ്റ് നീഡ്സ് എ സെക്ഷൽ ലിബറേഷൻ എന്നാണ്. ഈ ഭൂമി ലൈംഗികമായ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്നു എന്ന്. 1970-കളിൽ ആ മുദ്രാവാക്യവുമായി രംഗത്ത് വന്ന രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അതിന്റെ ദുരന്തം മനസ്സിലാക്കി അവരാ ചീഞ്ഞളിഞ്ഞ മുദ്രാവാക്യം വലിച്ചെറിഞ്ഞു. പക്ഷെ ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, നമ്മുടെ തെരുവുകളിൽ ചില യുവസംഘടനകൾ, നമ്മുടെ കോളങ്ങളിൽ ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ആ മുദ്രാവാക്യം വീണ്ടും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുകയാണ്. ദിസ് പ്ലാനറ്റ് നീഡ് എ സെക്ഷൽ ലിബറേഷൻ എന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ മലയാളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം പോസ്റ്ററായി ഒട്ടിച്ചു വെച്ചു എന്നത് നമ്മൾ കാണാതെ പോകരുത്.
നഗ്നയായ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ചിത്രം വരച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ തുറിച്ചു നോക്കേണ്ടതില്ല, നിങ്ങൾ ഉണ്ടായതും ഇങ്ങനെ തന്നെയാണ് എന്ന് എഴുതി വെച്ചത് മലയാളക്കരയിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, ഒരു ഫെഡറേഷനാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒന്നിനും നിയമങ്ങൾ വേണ്ട, വിവാഹത്തിന് നിയമങ്ങൾ വേണ്ട, ആർക്കും ആരോടും കടപ്പാടുകൾ വേണ്ട എന്ന് പറയുന്ന ഈ ലിബറൽ ചിന്താഗതി ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇസ്ലാമിനെയാണ്. കാരണം ഇസ്ലാമിന് കൃത്യമായ ഒരു ഫ്രെയിം ഉണ്ട്, മറ്റാരെയും ഇത് ബാധിക്കുകയില്ല. ഇസ്ലാമിൽ കൃത്യമായ വിവാഹ നിയമങ്ങളുണ്ട്, കൃത്യമായ കുടുംബ നിയമങ്ങളുണ്ട്, കൃത്യമായ സാമ്പത്തിക നിയമങ്ങളുണ്ട്, കൃത്യമായ രാഷ്ട്രീയ നിയമങ്ങളുണ്ട്, കൃത്യമായ സാമൂഹിക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം അള്ളാഹുവിന്റെ ദീൻ നമുക്ക് കൃത്യമായി വിവരിച്ചു തരുന്നു. അപ്പോൾ ലിബറൽ ചിന്താഗതികൾ ഇങ്ങനെ സമൂഹത്തിൽ വ്യാപരിക്കുമ്പോൾ തരക്കേടില്ല എന്ന് തോന്നി അതിന്റെ പിന്നാലെ പോയാൽ അത് സർവനാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നത് നമ്മുടെ സമകാല സംഭവങ്ങൾ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത്? ഇസ്ലാം അതിനെ വിലക്കി. ഇസ്ലാം പലിശയെ വിലക്കി, കച്ചവടം അനുവദനീയമാക്കി, ലഹരി ഉണ്ടാക്കുന്ന മുഴുവൻ വസ്തുക്കളും വിലക്കി. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, പുതിയ ചിന്താഗതികളല്ലേ, കാലത്തിന് യോജിച്ചതല്ലേ, കാണാൻ ഭംഗിയുള്ളതല്ലേ. എന്റെ ക്യാമ്പസിൽ എല്ലാവരും ഇങ്ങനെയാണ്, എന്റെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെയാണ്, എന്റെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒഴുക്കിനനുകൂലമായി നീങ്ങേണ്ടവരല്ല വിശ്വാസികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തേ മുസ്ലിം സമുദായം പരീക്ഷണങ്ങൾക്ക് വിധേയമാകാൻ കാരണം? എന്തേ ആധുനിക മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്? നമ്മൾ സഗൗരവം ആലോചിക്കേണ്ടതുണ്ട്. ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലാകുമ്പോ നിങ്ങളുടെ ശത്രുക്കളായ ആളുകൾ എല്ലാവരും അവരുടെ കൈകൾ നിങ്ങളുടെ നേരെ നീട്ടും. ഏതുപോലെ? ഭക്ഷണത്തളികയിലേക്ക് തീറ്റക്കൊതിയന്മാരായ ആളുകൾ കൈകൾ നീട്ടുന്നത് പോലെ. നല്ല വിശപ്പുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഒരു ഭക്ഷണത്തളിക വെച്ചു കൊടുത്താൽ ആ ഭക്ഷണത്തളികയിലേക്ക് അവർ കൈ നീട്ടുന്നത് പോലെ എല്ലാവരും നിങ്ങളുടെ നേരെ വരും. സഹാബത്ത് ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ യൗമഇദിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, അന്ന് ഞങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഞങ്ങൾ കുറച്ചാളുകളെ ഉണ്ടാവുകയുള്ളൂ. അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ബൽ അൻതും കസീർ, നിങ്ങൾ ധാരാളം ഉണ്ടാകും. വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, പക്ഷേ നിങ്ങൾ മലവെള്ളപ്പാച്ചിലിലെ ചപ്പുചവറുകളെ പോലെയായിരിക്കും. ഒരു ക്വാളിറ്റിയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, സ്വന്തമായി അസ്തിത്വമില്ലാത്ത ഭൂമിയിലെ ഏറ്റവും നല്ല പ്രതീകമാണ് ചപ്പുചവറുകൾ. ചെമ്മാടങ്ങാടിയുടെ ഉയർന്ന ഭാഗത്ത് മഴ പെയ്താൽ മഴവെള്ളപ്പാച്ചിലിന്റെ കൂടെ കരിമ്പിന്റെ ചണ്ടിയും കടലാസ് കഷ്ണങ്ങളും വീടിക്കുറ്റിയും മിഠായി കടലാസും എല്ലാ ചപ്പുചവറുകളും വെള്ളം എങ്ങോട്ടാണോ ഒഴുകി പോകുന്നത് അതിന്റെ കൂടെ പോകും. വെള്ളം ഓടയിലേക്ക് താന്നാൽ അതിന്റെ കൂടെ അതും താഴും. മറ്റൊരു സ്ഥലത്ത് പോയി പൊങ്ങിയാൽ അവിടെ പൊങ്ങും. സ്വന്തമായി ഒരു വിലാസവും ഇല്ലാത്ത ഒരു സമൂഹമായി നിങ്ങൾ മാറും. അങ്ങനെ ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകി. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരെ പോലെയാവരുത്. പ്രത്യേകിച്ച് യുവതി യുവാക്കളെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹുവിന്റെ ദീൻ നമുക്ക് നൽകിയ ഒരു സംരക്ഷണമുണ്ട്, ഒരു ഇസ്സത്തുണ്ട്. അത് മറന്നുകൊണ്ട് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ മറന്നുപോയ ആളുകളെ പോലെ ആകരുത്. അങ്ങനെ മറന്നാൽ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ സ്വയം വിസ്മൃതരായി മാറും. നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് തന്നെ ഓർമ്മയില്ലാതാകും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉപദേശിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അത് ഇസ്സത്തായി കൊണ്ടുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് അല്ലാഹു ഇസ്സത്ത് നൽകിയ ഒരു സമൂഹമാണ് നമ്മൾ. നമ്മുടെ കുടുംബം ഇങ്ങനെ ആയത് ഇസ്ലാം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ സാമ്പത്തിക ജീവിതം ഇങ്ങനെ ആയത് ഇസ്ലാം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഭക്ഷണക്രമം ഇപ്രകാരമായത് ഇസ്ലാം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ സാമൂഹിക ജീവിതവും നമ്മുടെ ജീവിതത്തിന്റെ മറ്റെല്ലാ മേഖലകളും ഇങ്ങനെയായത് ഇസ്ലാം നമുക്ക് നൽകിയ സംസ്കാരമാണ്. അതാണ് നമ്മുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ.
അതിൽ ഇസ്സത്ത് കാണുവാൻ സാധിക്കണം. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നഹ്നു ഖൗമൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അത് പതുക്കെ ചോർത്തിക്കളയുന്ന നന്മകളെയും തിന്മകളെയും വളരെ സമ്മിശ്രമായി സമർത്ഥമായി കൂട്ടിയോജിപ്പിച്ച ഒരു കാലത്താണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ദീൻ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. നമ്മളെല്ലാവരും അതിന് പ്രതിജ്ഞ പുതുക്കേണ്ടതുണ്ട്. അതാണ് ഈ ഈദ്ഗാഹിൽ നമുക്ക് ആലോചിക്കുവാനുള്ള ഏറ്റവും വലിയ സന്ദേശം. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നമ്മളിങ്ങനെ ശാന്തരായി സന്തോഷത്തോടുകൂടി ഈദ്ഗാഹുകളിൽ പെരുന്നാൾ ആഘോഷിച്ച് ഇനി ഭക്ഷണം കഴിക്കാൻ പോകുന്നു, കുടുംബങ്ങൾ സന്ദർശിക്കുന്നു, ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു, ആനന്ദിക്കുന്നു, പാട്ടുപാടുന്നു, യാത്ര ചെയ്യുന്നു. ഇസ്ലാം അനുവദിച്ച ഈ ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ സന്തോഷിക്കുമ്പോൾ സഹോദരങ്ങളെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന ഒട്ടനേകം മുസ്ലിം ജനപദങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫലസ്തീനിലെ സഹോദരങ്ങൾ. നമുക്കറിയാം, അന്യായമായി കൊല ചെയ്യപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, ആട്ടിയകറ്റപ്പെടുന്ന, ഏതുവരെ വംശഹത്യക്ക് വിധേയമാകുന്ന നമ്മുടെ സഹോദരങ്ങളാണ് അവർ. അവർ മുസ്ലിങ്ങളായി പോയി എന്ന ഒറ്റ കാരണത്താൽ വംശഹത്യക്ക് വിധേയരായി കൊണ്ടിരിക്കുന്നത്. 90% കെട്ടിടങ്ങളും തകർത്തു. ആ തകർത്ത മണ്ണിലാണ് ഇന്നലെ ഫലസ്തീനികൾ ഈദ്ഗാഹ് നിർവഹിച്ചത്. വിദ്യാലയങ്ങൾ തകർത്തു, ആശുപത്രികൾ തകർത്തു. ആശുപത്രികളിലെ രോഗികളെ പോലും കൂട്ടക്കൊല ചെയ്ത് കുഴിമാടങ്ങളിൽ കൂട്ടത്തോടുകൂടി കുഴിച്ചുപോയി. നമ്മൾ വായിച്ചില്ലേ, ഖാൻ യൂനിസിലെ അൽ നാസിർ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന്, കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് 300-ൽ പരം മൃതദേഹങ്ങൾ. ഗസയിലെ അൽ ഷിഫ ആശുപത്രിയുടെ വളപ്പിൽ നിന്ന് കുടിച്ചെടുത്ത കുഴിമാടത്തിൽ 350-ൽ പരം മൃതദേഹങ്ങൾ എന്നൊക്കെ നമ്മൾ വായിച്ചില്ലേ. അതിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾ വരെയുണ്ട്. അവരെ കൊന്ന്, നിഷ്കരുണം കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഭീകരവാദ രാഷ്ട്രമായ ഇസ്രായേൽ. നമ്മൾ ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തങ്ങളുടെ മക്കളെ കാണാനില്ല, ഭാര്യമാരെ കാണാനില്ല, സഹോദരങ്ങളെ കാണാനില്ല. അങ്ങനെ പറയുന്ന ആളുകൾ ഈ കുഴിമാടത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പുറത്തെടുത്ത മൃതദേഹത്തിന്റെ വസ്ത്രങ്ങൾ നോക്കി പറയുകയാണ്, അതെന്റെ ഭാര്യയാണ്, അതെന്റെ കുഞ്ഞാണ്, അതെന്റെ സഹോദരിയാണ്, അതെന്റെ പിതാവാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത് ഏതെങ്കിലും വിദൂരമായ നൂറ്റാണ്ടിൽ സംഭവിച്ച കാലമല്ല. നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിൽ ജീവൻ പൊടിഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ആത്യന്തികമായ വിജയവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم انصر إخوان المسلمين في فلسطين. اللهم انصر إخوان المسلمين في فلسطين. اللهم انصر إخوان المسلمين في فلسطين. اللهم دمر أعداءك وأعداء الدين. اللهم انصر المجاهدين في كل مكان يا رب العالمين. സഹോദരങ്ങളെ, എല്ലാ നമസ്കാരങ്ങളിലും, നമ്മുടെ രാത്രി നമസ്കാരങ്ങളിൽ, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിൽ എല്ലാം ഈ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാതെ ഓർത്തു പോകണം. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന, സ്ത്രീകളെ കൊലപ്പെടുത്തുന്ന, വൃദ്ധന്മാരെ കൊലപ്പെടുത്തുന്ന കിരാതമായ ഐക്യരാഷ്ട്ര സംഘടനയുടെ യുദ്ധ നിയമങ്ങൾക്ക് പോലും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രം ഇത്രമേൽ ഭീകരമായ പ്രവർത്തനം നടത്തിയിട്ട് ലോകരാഷ്ട്രങ്ങൾ ഇങ്ങനെ നോക്കുകുത്തിയായി കാത്തു നിൽക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുക. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം സമീപത്ത് തന്നെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ ഒരിക്കലും തന്നെ ഭയചകിതരാകേണ്ടതില്ല. അൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ, പക്ഷേ നിങ്ങൾ വിശ്വാസികളായിരിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന എല്ലാ സഹോദരങ്ങൾക്കും ആശ്വാസവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സൗഹൃദ വലയങ്ങളിലൊക്കെ രോഗികളായി കഴിഞ്ഞുകൂടുന്ന ഒട്ടനേകം ആളുകളുണ്ട്. ഈ ഈദ് മുസല്ലയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടും വരാൻ കഴിയാത്ത ആളുകളുണ്ട്. അല്ലാഹു എല്ലാ രോഗികൾക്കും പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اشف امراضنا وامراض والدينا يا شافي الامراض. اللهم اشف انت الشافي
ലാ ശിഫാഅൻ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുആദിഉ സഖമ. സഹോദരങ്ങളെ, ഇനിയും ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ മാതാപിതാക്കൾ, ഒരുപക്ഷെ ഭാര്യമാർ മരിച്ച ഭർത്താക്കന്മാരുണ്ടാകും ഈ സദസ്സിൽ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയ ഭാര്യമാരുണ്ടാകും, അവരുടെ വിഷമങ്ങളും വ്യഥകളും ഒക്കെ മനസ്സിൽ പേറി നടക്കുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സാഇ അലൽ അർമിലതി കൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. വിധവകൾക്ക് സഹായം ചെയ്യുന്നവൻ, വിധവകളെ സേവിക്കുന്നവൻ അവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. അത്രമേൽ പ്രയാസമാണ് വിധവകളുടെ കാര്യം. അങ്ങനെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സജ്ജനങ്ങളെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ രക്തമാണ് നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്നത്. അവരുടെ അധ്വാനമാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ. അവർ പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് വിജ്ഞാനം ഉണ്ടായത്. അവരിങ്ങനെ കൈ പിടിച്ച് നടത്തിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു ലോകത്താണ് ഇപ്പോൾ അവർ നമ്മുടെ പ്രാർത്ഥന കാത്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതേപോലെയുള്ള ആഘോഷവേളകളിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവരെ മറവ് ചെയ്ത ശ്മശാനത്തിന്റെ പള്ളിക്കാട്ടിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയാൻ പോലും മറന്നു പോകുന്ന മക്കളായി നമ്മൾ മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി വീണ്ടും സന്തോഷത്തോടു കൂടി സന്ധിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين اللهم انصر المجاهدين في كل مكان اللهم انصر المسلمين في كل مكان يا أرحم الراحمين يا رحمن السماوات والأرض ورحيمهما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين وصلى الله على نبينا وحبيبنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. സഹോദരങ്ങളെ, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും ഇഷ്ടത്തിന്റെയും ദിനമാണ്. മനസ്സുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം ആശ്ലേഷിച്ച് സലാം പറഞ്ഞ് ഒന്ന് കൂട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കിട്ട് എല്ലാ തടസ്സങ്ങളും നീക്കി സൗഹൃദത്തോടുകൂടി സലാം പറഞ്ഞ് പരസ്പരം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പിരിഞ്ഞു പോകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.